ഫ്രഷേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി, അതായത് QSൽ ഫ്രഷേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് കിട്ടുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാനൊരു QSൻ്റെ ഫ്രഷറായിട്ട് മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യയിൽ ജോബ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഒരു ഫ്രഷറായിട്ട് തന്നെയാണ് അവിടെ ജോയിൻ ചെയ്യുക അല്ലേ, എന്നിട്ട് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. സോ എല്ലായിടത്തും നമുക്ക് ഫ്രഷേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മളത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ വേണ്ട ഒരു കാര്യമാണ് CV. പിന്നൊന്നാണ് നമുക്ക് വേണ്ട നോളജ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ പോയിട്ട് യൂഷ്വലി ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവർ നിങ്ങൾക്ക് തരുന്നത് ഒരു ടാസ്ക് ആയിരിക്കും. സോ ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളവരെ ഹയർ ചെയ്യും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാനുള്ള കാറ്റഗറീസ് വരികയാണെങ്കിൽ പോലും ചെറിയൊരു പാക്കേജിൽ ഇൻറ്റേണായിട്ട് വേണമെങ്കിൽ ഹയർ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യും. സോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളെപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ കരിയറും സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫ്രഷറായിട്ടാണ്. അത് എവിടെയാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും വേൾഡ് വൈഡിലാണെങ്കിലും നമ്മളുടെ കരിയർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രഷേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് ഫ്രഷറായിട്ട് മാത്രമായിരിക്കും നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മൾ ചിന്തിക്കേണ്ട ചില ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. നമ്മളത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്കത് കിട്ടും.